ഹലോ, ഈശോ മശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഞങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് പരാജയങ്ങളൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് മുന്നേറിയ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന, അതാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഞങ്ങൾ ബൈബിളിൽ നിന്ന് ഒരു ചെറിയ കഥ, ഒരു കുഞ്ഞ് സംഭവം നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുക. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. അങ്ങനെ ഗിരിപ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി പുരുഷാരം കൂടെയുണ്ട്. എണ്ണിയാൽ തീരാത്ത അത്രയും പുരുഷന്മാർ ദൈവത്തിൻ്റെ പ്രസംഗം കേട്ട്, ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ കേട്ട്, ഈശോയിൽ നിന്ന് നേരിട്ട് കേട്ട് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ശിഷ്യനിൽ ഒരാൾ വന്ന് പറഞ്ഞു, പിതാവേ, ഇവിടെ അടുത്തെങ്കും ഫുഡ് കളക്ട് ചെയ്യാനുള്ള സംവിധാനമില്ല, ഇവരെ ഭക്ഷണം വാങ്ങുന്നതിന് ഒന്ന് പറഞ്ഞു വിടണം, ഇവരെല്ലാം പോയി വാങ്ങിയിട്ട് വരട്ടെ. ഈശോ അവരെടുത്ത് പറഞ്ഞത്, ദൈവാത്മാവിൽ അവരോട് സംസാരിച്ചത്, നമുക്ക് ഇവരുടെ ഇടയിൽ ഭക്ഷണം നമുക്ക് തന്നെ കൊടുക്കണം എന്നൊരു കോൺസെപ്റ്റ് അവിടെ വന്നപ്പോൾ അവിടെ ഭക്ഷണം കിട്ടില്ല എന്ന് ശിഷ്യന്മാർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ ഒരു കുഞ്ഞ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, തൻ്റെ സഹോദരിമാരുടെ കൂടെ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ, ഈശോയുടെ വായിൽ നിന്ന് തിരുമൊഴികൾ, ആ മനോഹരമായ അറിവുകൾ, ജ്ഞാനം, സ്വർഗീയ ജ്ഞാനം സ്വീകരിക്കുന്നതിന് വേണ്ടി കടന്നു വന്ന കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ സഹോദരിമാരുടെ കൂടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ, നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പിള്ളേർ ഈ സൺഡേ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഇച്ചിരി ഫുഡൊക്കെ കരുതി വിടുന്നില്ലേ, അതുപോലെ ഒരു 5 അപ്പവും 2 മീനും ഈ കുട്ടികളുടെ കയ്യിൽ കൊടുത്തു വിട്ടിരുന്നു. ഈ ബ്രേക്ക് ടൈമിലൊക്കെ കഴിച്ചോ വിശക്കുമ്പോൾ എന്ന് പറഞ്ഞ് കൊടുത്തു വിട്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലെ 5 അപ്പവും 2 മീനും ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? 5 അപ്പവും 2 മീനും. ഈ 5 അപ്പവും 2 മീനും കർത്താവ് വാങ്ങി സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. എല്ലാവരും വിചാരിച്ചത് എന്താ സംഭവിക്കാൻ പോകുന്നത്, എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരുന്നു. പിന്നെ നടന്നത് ചരിത്രം. 12 കൊട്ട അപ്പം ബാക്കി വരികയാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷാരം തിന്ന് ശേഷിപ്പിച്ചത് 12 കൊട്ടയിലധികം അപ്പം അവിടെ നിന്ന് പറക്കിയെടുത്തു, ശേഖരിച്ചു വെച്ചു. ദൈവം അങ്ങനെയാണ്. ചില കാര്യങ്ങൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്ന് കർത്താവ് നോക്കില്ല. ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒത്തിരി ആളുകൾ കടഭാരങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ട്, പലവിധ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഈ ബിസിനസ് നടത്തി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ കയ്യിൽ ചിലപ്പം തുച്ഛമായ നീക്കിയിരിപ്പുകളെ ഉണ്ടാവുകയുള്ളൂ. 1-2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത വിധം നിങ്ങൾ തകർന്നു പോയേക്കാം. അത്തരം മാനസികാവസ്ഥയിൽ തകർന്നു നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഞങ്ങളെ ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ഒരു കാര്യം പറയട്ടെ. നിൻ്റെ കയ്യിൽ എന്താണുള്ളത്? 5 അപ്പവും 2 മീനും ആ കുട്ടികൾ വിശ്വാസത്തോടെ ഈശോയുടെ കയ്യിലേക്ക് കൊടുത്ത പോലെ, നീ ഇതുണ്ടല്ലോ, നിൻ്റെ കയ്യിൽ എന്തുണ്ടോ അത് നീ ദൈവത്തെ ഏൽപ്പിക്കും. ദൈവത്തെ ഏൽപ്പിച്ചിട്ട് പറ, എൻ്റെ കയ്യിൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്, ഇതിനെ ഒന്ന് അനുഗ്രഹിക്കണമേ, ഇതിനെ ഒന്ന് ബ്ലസ്സ് ചെയ്യണമേ എന്ന് പറ. ഇന്ന് നിങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ഈശോയോട് പറയണം, അല്ലെങ്കിൽ അമ്മയോട് പറയണം, അമ്മ, എൻ്റെ കയ്യിൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്, അതിനെ ഒന്ന് ബ്ലസ്സ് ചെയ്യണമേ. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ വേറൊന്നും ഉണ്ടാകില്ല, ദൈവം നിങ്ങൾക്ക് തന്ന കഴിവുകളായിരിക്കും ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ചിലപ്പം നല്ല ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നല്ല കേക്കുകൾ മേക്ക് ചെയ്യാൻ അറിയുന്ന വ്യക്തിയായിരിക്കാം. ഇങ്ങനെ പലതരമായ കഴിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ടാകും. നിങ്ങൾക്ക് എന്താ തന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിനെ കാണിക്കുക. ദൈവമേ, എനിക്ക് നല്ല ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ എന്ന് പറഞ്ഞാൽ വലിയ റെസ്റ്റോറൻറ്റിനെ പറ്റി നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട. നിങ്ങളൊരു 5 പൊതിച്ചോറുണ്ടാക്കി കൊടുക്കുക, 5 പൊതിച്ചോറുണ്ടാക്കി കൊടുക്കുക. നിങ്ങൾ വലിയ ബേക്കറി തുടങ്ങുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട. നമ്മുടെ ഇടവകകളിലും സഭകളിലൊക്കെ ചെറിയ ചെറിയ ആഘോഷങ്ങളും പെരുന്നാളുകളൊക്കെ വരുമ്പം കുറച്ച് കേക്കുകളും കുറച്ച് മധുരപലഹാരങ്ങളും നിങ്ങൾ ഉണ്ടാക്കി സപ്ലൈ ചെയ്യുക. എനിക്കറിയാവുന്ന ഒരു മലയോര മേഖലയിലെ ഒരു കുഞ്ഞിടവകയുണ്ട്. സാമ്പത്തികമായി വളരെ താഴ്ന്ന, എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ഇച്ചിരി ബുദ്ധിമുട്ടും ഞെരുക്കങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളുള്ള ഒരു സഭ. അവിടെ ഒരു ദീർഘദർശിയായ ഒരു അച്ഛൻ ആ സഭയിലേക്ക് മാറി വരികയാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണ ഫലമായി ആ സഭയിലെ സാമ്പത്തിക പ്രതിസന്ധികളെ അച്ഛൻ തരണം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ
ഇടവകയിലെ വിശ്വാസി കുടുംബങ്ങളെ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ചകളിലും കുർബാന കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കുഞ്ഞ് ചന്ത പുള്ളി നടത്തും പള്ളിയിൽ. ഒരു കുഞ്ഞു പരിപാടി, എല്ലാവരും കൂടി പങ്കുചേരുന്നു. അതിനകത്ത് അവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അവർ മേക്ക് ചെയ്യുന്നു, അവർ അവിടെ വിൽപ്പന ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കും ആരാധനാലയമാണ്, അവിടെ ഇതൊന്നും പറ്റില്ല എന്നൊക്കെ നിങ്ങളൊക്കെ പറഞ്ഞേക്കാം. എന്തു തന്നെയായിരുന്നാലും ദൈവം അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ വഴി തുറക്കുക എന്നുള്ളത്, പ്രവർത്തിക്കുക എന്നുള്ളത് നിങ്ങളുടേതും ബാക്കി കാര്യം ചെയ്യുക എന്നുള്ളത് ദൈവത്തിൻ്റെതുമായ കാര്യമാണല്ലോ. ഇന്ന് അവിടെ ആ ഒരു സഭയ്ക്ക് നല്ലൊരു സ്ട്രോങ് ആയ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. അവിടുത്തെ വിശ്വാസികളും സാമ്പത്തികമായി നല്ല നിലയിൽ വരുവാനിടയായി. അവിടെ നിന്ന് 1-2 നല്ല പ്രോഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. ഒരു ഇടവക വളർന്നത് ഒരു ചെറിയ കുഞ്ഞു ബിസിനസ്സിലൂടെ, ഒരു കുഞ്ഞു ചന്തയിലൂടെയാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് കഴിയുന്നത് ആ കാര്യം നിങ്ങൾ ചെയ്യും. നിങ്ങൾ ചിലപ്പോൾ രാവിലെ ചെന്ന് ഷോപ്പ് തുറക്കുന്ന സമയത്ത് കുറച്ച് നല്ല അച്ചാർ വീട്ടിലുണ്ടാക്കാൻ അറിയുമെങ്കിൽ അതുണ്ടാക്കി ഷോപ്പിൽ കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ നല്ല ഭംഗിയിൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചെല്ലുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഒരു തിരി കത്തിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, നിങ്ങളെല്ലാം ഭക്തിയോടെ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങളുടെ നേരെ കൈയൊന്ന് ഉയർത്തി നിങ്ങൾ മാതാവിനോട് പറ, അമ്മ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഈശോയോട് പറ, ഈശോയെ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ ഇതേ ഉള്ളൂ, പുതിയ സ്റ്റോക്കുകളൊന്നും എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല, എനിക്ക് മുന്നോട്ട് പോകണം, എൻ്റെ കുടുംബം മുന്നോട്ട് പോകണം, ഇന്ന് എന്നെ അനുഗ്രഹിക്കണമേ, ഇന്ന് ഇതുവഴി എൻ്റെ ഷോപ്പിലേക്ക് ഒന്ന് കടന്ന് വരയണമേ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വലിയ വായിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കാനൊന്നുമല്ല പറയുന്നത്. നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുക. ഇന്ന് 100 രൂപയുടെ കച്ചവടം നടന്നുള്ളൂ, ദൈവത്തിന് നന്ദി പറയുക. ഇന്ന് 100 രൂപ തന്ന ദൈവത്തിന് നന്ദി. നാളെ അത് 200 ആയാൽ അതിനും നന്ദി പറയുക. ദൈവമേ ഇന്നലെ 100 ആയിരുന്നു, ഇന്ന് 200 ആക്കി, ദൈവമേ നന്ദി. ഒരു പക്ഷേ നിങ്ങൾ കടം കയറി എല്ലാം വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ദൈവത്തെ ഏൽപ്പിക്കുക. ദൈവം ശേഷിച്ച ഭാഗം തിരിച്ചെടുക്കുവാൻ, അതുവഴി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന നിലകളിൽ നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ തലമുറകളെ ആ ദേശത്ത് ബഹുമാനിക്കുവാൻ, മാനിക്കുന്ന രീതികളിൽ ആ ദേശത്ത് രാജാവിനെ പോലെ ജീവിക്കുന്ന നിലകളിൽ നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞു പ്രാർത്ഥന നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈശോയെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളെ ശ്രദ്ധാപൂർവം ഒന്ന് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് മാതാവിനോട് പറയാം, അമ്മ ഞങ്ങളുടെ കയ്യിൽ അങ്ങ് തന്നതല്ലാതെ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഒന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇതുവഴി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മാറുവാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഉന്നതമായ നിലയിലെത്തുവാൻ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ മനുഷ്യരാണ്, കുറവുള്ളവരാണ്, ഞങ്ങൾ പാപം ചെയ്തിട്ടുള്ളവരാണ്, ഞങ്ങളോട് ക്ഷമിക്കണമേ. സ്വർഗസ്ഥനായ പിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് മധ്യസ്ഥം ചെയ്യണമേ. വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ കടങ്ങൾ മാറി, ഞങ്ങളുടെ ബിസിനസ്സിലെ പരാജയങ്ങൾ മാറി, ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ നേടുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏത് നിലയിലേക്ക് ഞങ്ങൾ ഉയർന്നു വന്നാലും ഞങ്ങൾ അങ്ങയെയും സഭയെയും വിശ്വാസങ്ങളെയും മുറുകെ പിടിക്കുന്നവരായിരിക്കും, ഞങ്ങൾ മാതൃകയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ഒരു കുഞ്ഞു പ്രാർത്ഥനയുണ്ടല്ലോ, അത് നിങ്ങൾ ചൊല്ലിക്കോ. വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകും. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതുക, ആ വിഷയം വൃത്തിയായി എഴുതുക, അതെഴുതി മടക്കി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ. മാതാവിൻ്റെ സ്നേഹവും കരുതലും മഴ പോലെ ഒരു അനുഗ്രഹം പെയ്തിറങ്ങട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും ദേശത്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ബഹുമാനിക്കപ്പെടുകയും ദൈവനാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് നിങ്ങളെ കാണുന്നവരെല്ലാം പറയുന്ന നിലകളിൽ നിങ്ങളെ കാണുന്നവരെല്ലാം പറയുന്ന നിലകളിൽ ഈശോ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ ഞങ്ങൾ കാണുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുവാനും കേൾക്കുവാനും ഇടയാകട്ടെ. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. മാതാവിൻ്റെ കൃപ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.